ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് അനധികൃത അറവുശാലക്കാരുടെ പ്രതികാര നടപടി. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു മുന്നിൽ അറവു മാലിന്യം നിക്ഷേപിച്ചു. പുനലൂർ പേപ്പർ മിൽ റോഡിൽ റെയിൽവേ ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ നീക്കം. സർക്കാർ സ്ഥലമെടുത്തു നൽകാത്തതിനാൽ അടിപ്പാതയുടെ നിർമ്മാണം മുടങ്ങുന്നു. കർഷക സംഘം ജില്ലാ സമ്മേളനം നവംബർ 4, 5 തീയതികളിൽ പത്തനാപുരത്ത് നടക്കും. സംസ്ഥാന ട്രഷറർ കോലിയക്കോട് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. പത്തനാപുരത്ത് അനധികൃത അറവുശാലക്കാരുടെ പ്രതികാര നടപടി. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു മുന്നിൽ അറവു മാലിന്യം നിക്ഷേപിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് നെടുമ്പറമ്പ് വാർഡ് മെമ്പർ റാജിഫായുടെ വീടിന് മുമ്പിലാണ് അറവവശിഷ്ടം കാണപ്പെട്ടത്. നെടുമ്പറമ്പ് ഇടത്തറ പാതിരിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന അനധികൃത അറവുശാലകൾക്കെതിരെ ഗ്രാമപഞ്ചായത്ത് അംഗം റാജിഫ മുൻ ദിവസങ്ങളിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ആടുമാടുകളുടെ അറവവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ജനപക്ഷത്ത് നിൽക്കുകയും വാർത്താമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് തന്റെ വീടിന് മുമ്പിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അറവവശിഷ്ടങ്ങൾ തള്ളിയതെന്ന് റാജിഫ പറയുന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരെ വിടാൻ വേണ്ടി ഞങ്ങൾ കപ്പഴ് കഥവൊന്നും അടച്ചിട്ടില്ലായിരുന്നു. ഗേറ്റും കഥകും എല്ലാം തുറന്നു കിടക്കുമായിരുന്നു. ഞങ്ങൾ അവരെ യാത്ര അയക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരു ചാക്കേട്ട് കിടക്കുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ വേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് സ്മെല്ല് കാരണം ഇരിക്കാൻ വയ്യ. ഇന്നലെ ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഇതാരാണെന്നും എന്താണെന്നും ഞങ്ങൾ കണ്ടില്ല. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴാണ് ഇതിങ്ങനെ ഉണ്ടായത്. അതിന് എന്തെങ്കിലും ശക്തമായിട്ട് എനിക്ക് പഞ്ചായത്തിൽ നിന്നും MLAയുടെ ഭാഗത്തു നിന്നും ഹെൽത്തും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനൊരു പരിഹാര മാർഗം എനിക്ക് കണ്ടുപിടിച്ച് തന്നേ പറ്റത്തുള്ളൂ. പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് പൊതുനിരത്തുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും അറവു മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും പ്രതികരിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ അറവ് മാലിന്യങ്ങൾ പത്തനാപുരം പഞ്ചായത്തിൽ ആകമാനം ഇത്തരത്തിൽ കൊണ്ടിടുന്നത് സർവ്വസാധാരണമാണ്. ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിലാണ് വാർഡ് മെമ്പറിന്റെ വസതിക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെയ്തിരിക്കുന്നത്. പത്തനാപുരത്ത് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 18 ലക്ഷം രൂപയ്ക്ക് അറവ് മാടുകളെ കശാപ്പ് ചെയ്ത് വിൽക്കുന്നതിനുള്ള ലേലം നടത്തി അത് ലേലത്തിലൊരു വ്യക്തി പിടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ വ്യക്തി ലേലത്തിൽ പിടിച്ചതിന് ശേഷം ഇത്തരത്തിൽ യാതൊരുവിധ അനുവാദമോ ലൈസൻസോ ഒന്നും തന്നെ ഇല്ലാതെ വ്യാപകമായി പഞ്ചായത്തിൽ അറവ് മാടുകളെ അനുവാദമില്ലാതെ കശാപ്പ് ചെയ്ത് വിൽപ്പന നടത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ
ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്ന് വ്യാപകമായ ഒരു റെയ്ഡ് നടത്തുകയും അങ്ങനെ 2-3 വ്യക്തികളെ ഈ കശാപ്പ് നടത്തുന്നതായി നേരിട്ട് ബോധ്യപ്പെട്ട് അവർക്ക് കോമ്പൻസേഷൻ പഞ്ചായത്ത് നഷ്ടപരിഹാരം അടയ്ക്കണം എന്ന് ഹെൽത്ത് കത്ത് കൊടുക്കുകയും ആ നടപടി നടന്നു വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ റെയ്ഡ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലൊരു കൃത്യവിലോപം ഈ വാർഡ് മെമ്പറാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരിക്കും ചെയ്ത്. തീർച്ചയായും ഇത് ഒട്ടും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. ഇത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് എങ്ങനെ ഇന്നലെ രാത്രി 10 മണിക്ക് ഇവിടെ കൊണ്ടിട്ട ഒരു സാധനമാണ്. ഞങ്ങൾ അന്നേരം മുതൽ ഇവിടെ കാവല പോലീസുകാരെ വിളിച്ചു, ആരെയെല്ലാം വിളിച്ചിട്ട് അവരെല്ലാം വരാനും കൊണ്ട് മടിച്ചു. കാരണം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ആ പോലീസുകാർ പോലും വന്നത്. ഇതെന്തായാലും പ്രതികാരമാണെന്ന് മനസ്സിലായി. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പഴകിയ ഒരു സാധനം ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത് പ്രതികാരം തന്നെ. ഇതിപ്പം ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണിത്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഇതേപോലെ ഞങ്ങൾ ഇവിടെ വെച്ച് ഓട്ടോറിക്ഷയിൽ ഇതേ മാലിന്യം തന്നെ പിടിക്കുകയും പോലീസിനെ അറിയിക്കുകയും മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും അറിയിച്ചതാണ്. വൈകിട്ടൊരു 8 മണിയോടെ ഈ പറയുന്ന പ്രതി വൈകിട്ട് തിരിച്ച് വീട്ടിലിറങ്ങി വരികയും അടുത്തുള്ള അയലോക്കാരോട് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. എന്നോടും ഈ അയലോകത്തുള്ള ശ്യാമള ചേച്ചി പഞ്ചായത്ത് മെമ്പറിനോടും എല്ലാവരോടും പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാം വീടുകളിലിടും. ആ പുള്ളിക്കാരോട് പറഞ്ഞു പുള്ളിക്കാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, വീട്ടിലെ മദ്യം കൊണ്ടുവച്ച് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും, ഇങ്ങനെയുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു പഴകിയ വേസ്റ്റ് ഇവിടെ കൊണ്ടിടുകയും അതേപോലെ വാർഡ് മെമ്പറിന്റെ മുറ്റത്ത് കൊണ്ടിടുകയും ചെയ്തു. കഴിഞ്ഞ രാത്രി ഞായറാഴ്ച കൊണ്ട് ഇവിടെ വണ്ടിക്കകത്ത് ഓണടിച്ച് ബഹളം ഉണ്ടാക്കി ചീത്തയും വിളിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് പോയി. എന്നെ കളർ സാധനം കൊണ്ടുവച്ച് പിടിപ്പിച്ച് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും ഭയങ്കര ഭീഷണി. ഈ തോട്ടത്തിലോട്ട് കയറി വരാനേ പറ്റത്തില്ല. വാട കൊണ്ടും പട്ടികളെല്ലാം പുഴുത്ത് ചത്ത് കിടക്കും. നമ്മുടെ കുളത്തിനകത്ത് നോക്ക് വെള്ളം പോലും ഒട്ടും കുടിക്കാൻ കൊള്ളാം, അതേ നാശമായി കിടക്കും. നമ്മൾ ഈ റോഡെന്ന് പറയുന്നത് സെന്റ് മേരീസ് സ്കൂളിൽ പോകുന്ന റോഡാണ്. അവിടെ കൊച്ചുകുട്ടികളെ രാവിലെ ഇവിടുന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വിടുമ്പം ഈ വഴിയോരങ്ങളിൽ മൊത്തം ഇതിന്റെ വേസ്റ്റാ. അതുകൂടാതെ ഇപ്പോൾ രാത്രി ആണെങ്കിലും പകലായാലും ഇതുവഴി നടക്കുമ്പോൾ പട്ടികളുടെ ശല്യം അത് സഹിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെയെങ്കിലും ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ. ഇടത്തറ, പാതിരിക്കൽ, കുമ്പിക്കൽ, നടുമുറിപ്പ്, സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ റോഡുകൾ എന്നിവിടങ്ങളിലൊക്കെ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഹീനമായ ഈ പ്രവൃത്തിക്കെതിരെ നിരവധി തവണ മാധ്യമങ്ങൾ വാർത്ത ചെയ്തെങ്കിലും പൊതുജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഈ ദുഷ്ടശക്തികളെ നിയന്ത്രിക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെയാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നത്. പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും പൊതുജനങ്ങൾക്കിടയിൽ നേത്രരോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പത്തനാപുരം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ വെച്ച് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നേത്രപരിശോധനയ്ക്കൊപ്പം അർഹരായവർക്ക് സൗജന്യമായി ഔഷധങ്ങളും വിതരണം ചെയ്തു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം എം ഷേഖ് പരീദ് ഉദ്ഘാടനം ചെയ്തു. 200ഓളം പേർ നേത്ര ചികിത്സാ ക്യാമ്പിൽ പങ്കുകൊണ്ടതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗുണ്ടാ സംഘങ്ങളെ കുന്നിക്കോട് പോലീസ് സംരക്ഷിക്കുന്നെന്നാരോപിച്ച് CPI നേതൃത്വത്തിൽ കുന്നിക്കോട് കിണറ്റിൻകരയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രദേശവാസികളായ മദ്യമാഫിയക്കാരാണ് സംഘർഷമുണ്ടാക്കുന്നതെന്നും ആക്ഷേപം. കുന്നിക്കോട് കിണറ്റിൻകരയിലാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നത്. യോഗത്തിൽ സംസാരിച്ചവർ കുന്നിക്കോട് പോലീസിനെതിരെയും എക്സൈസിനെതിരെയും ശക്തമായി പ്രതിഷേധിച്ചു. മദ്യമാഫിയകളുടെ നിന്ന് എക്സൈസും പോലീസും മാസപ്പടി വാങ്ങുകയാണെന്നും ഇവരാണ് മാഫിയകളെ സഹായിക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കുന്നിക്കോട് പോലീസ് സ്റ്റേഷന്റെ ചുറ്റുവട്ടത്ത് 4-5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം പ്രവർത്തനമുള്ള കുന്നിക്കോട് പോലീസിന്റെ പണി എന്താണെന്നുള്ളത് വളരെ ഗൌരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണ ഏമാന്മാർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് താളം തുള്ളുന്ന സാമൂഹ്യ ദ്രോഹികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലീസിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയും ഒരു നയവും ഒരു കാഴ്ചപ്പാടുമുണ്ട്. ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന നിലയിലേക്കുള്ള ഒരു പോലീസ് നയമാണ് LDFനുള്ളത്. ആ നയം ഇതേവരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ, ഈ ചാരായ വിൽപ്പനക്കാർക്കെതിരെ നിരവധിയായ പരാതികൾ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലായാലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പക്കലും ഉണ്ട്. ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വന്ന് ചാരായം വാങ്ങി കുടിക്കുകയും അവരിൽ നിന്ന് മാസപ്പടി പറ്റുകയും ചെയ്യുന്ന പോലീസിൽ ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരാ പണി അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. മാന്യമായി ചാരായം കുടിക്കുവാനുള്ള പൈസ സർക്കാർ തരുന്നുണ്ടല്ലോ. എന്തിനാ ഈ മൂന്നാംകിട കക്ഷികളുടെ കയ്യിൽ വന്ന് അതിന്റെ അംശം പറ്റാൻ കുന്നിക്കോട് പോലീസിലെയും എക്സൈസിലെയും ചില സാമൂഹ്യ വിരുദ്ധർ
തയ്യാറായി നിൽക്കുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി കിണറ്റിൻകരയിൽ പുറത്തുനിന്നുള്ള അക്രമി സംഘം എത്തി ചിലരെ മർദ്ദിച്ചിരുന്നു. ഇത് പ്രദേശത്തെ മദ്യമാഫിയയുടെ ഒത്താശയോടെയാണ് നടന്നതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഇവർക്ക് പോലീസ് എക്സൈസ് ഒത്താശ ചെയ്യുന്നുണ്ടെന്നും യോഗത്തിൽ പറഞ്ഞു. യോഗം CPI മണ്ഡല സെക്രട്ടറി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് ചാരായ കച്ചവടം നടത്തുന്ന ഒരു ചാരായ ലോബിയുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ആ ചാരായ കച്ചവടക്കാരുടെ നിർദ്ദേശമനുസരിച്ചാണ് പുറത്തുനിന്നുള്ള കുറച്ച് ആളുകൾ, കൊട്ടേഷൻ ടീമിലെ ആളുകൾ ഇവിടെ ബാലരായുധവുമായി ബന്ധപ്പെട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു അതിക്രമം നടത്താൻ ഇടയാക്കിയ സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രദേശത്തെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഈ പ്രദേശത്തെ കൊണ്ടെത്തിക്കാൻ ഈ ചാരായ കച്ചവടക്കാരും ചാരായ ലോബിയും മദ്യലോബിയും തയ്യാറായതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ പ്രദേശത്ത് കഴിഞ്ഞ നാളുകളിൽ നിരവധിയായ മറ്റ് വിഷയങ്ങൾ ഈ ചാരായ ലോബിയുമായി ബന്ധപ്പെട്ട് നടന്നതായി ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ അതുൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പ്രദേശത്തെ ജനങ്ങളും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോസ് ഡാനിയൽ, മേലില പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രസാദ്, വൈസ് പ്രസിഡന്റ് സുനി സുരേഷ്, വാർഡ് മെമ്പർ ആശ, അജിത് കുമാർ, സിജു, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ദളിത് വിഭാഗങ്ങൾക്ക് നേരെ നടന്നുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ കുളപ്പുറം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദളിത് രക്ഷാ സംഗമം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നിക്കോട് ദളിത് രക്ഷാ സംഗമം നടന്നു. ദളിത് രക്ഷാ സംഗമം DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയായിരിക്കുന്നവരെ ഉമ്മൻചാണ്ടി പരിശുദ്ധൻ, പരമയോഗ്യൻ, ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ജനകീയ. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി തമ്മാടി, ജനദ്രോഹി, ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, വഞ്ചകൻ, ഇതാണ് പറഞ്ഞത്. ഇപ്പൊ അത് തന്നെയാണ് പിണറായിക്ക് പറയുന്നത്. ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ വരുന്ന ഒരു പരിപാടിയിലും അദ്ദേഹം വരുന്നില്ല. അതാണ് നമ്മുടെ പത്തനാപുരത്തിന്റെ അവസ്ഥ. ഇതാണ്. പിന്നെ എവിടെയെങ്കിലും വന്ന് നിന്ന് മൈക്കെടുത്ത് വെച്ച ഒരു മണിക്കൂർ ഒരു ഗീർവാണ പ്രസംഗം, എല്ലാവരെയും മയക്കി എല്ലാവരെയും അടിച്ച് പതപ്പിച്ച് ഒരു പ്രസംഗവും നടത്തി ഒരു പോകും. പിന്നെ 6 മാസത്തേക്ക് നടത്തില്ല. പിന്നെ 6 മാസത്തേക്കില്ല. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ എന്ന അവസ്ഥ എന്താ? പത്തനാപുരം താലൂക്ക് നമ്മുടെ സർക്കാരിന്റെ കാലത്ത് പത്തനാപുരം താലൂക്ക് വന്നു. ആ താലൂക്ക് നമ്മളെ ഉമ്മൻചാണ്ടി കൊടുത്ത താലൂക്ക്. മാണിസാറ് നിയമസഭ പ്രഖ്യാപിച്ച താലൂക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും പുതിയ സ്ഥാപനങ്ങൾ വന്നോ? താലൂക്കിനോടൊപ്പം വരേണ്ട കോടതികൾ വന്നോ? താലൂക്കിനോടൊപ്പം വന്ന മറ്റ് ഓഫീസുകൾ വന്നോ? സർക്കാർ ഓഫീസുകൾ ഒന്നും വന്നില്ല. ഒരു നോക്കുകുത്തിയായ താലൂക്കായി മാത്രം പത്തനാപുരം. പത്തനാപുരത്തിന് യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു മാറ്റം. പത്തനാപുരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായത്? പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ എന്തെങ്കിലും ഈ നിയോജകമണ്ഡലത്തിൽ റോഡുകൾ ഉണ്ടായത്, പാലങ്ങൾ ഉണ്ടായത്, ഈ നിയോജകമണ്ഡലത്തിൽ വലിയ മുന്നേറ്റം, വികസന മുന്നേറ്റം ഉണ്ടായത് ആന്റണി ഭരിക്കുമ്പോൾ, കരുണാകരൻ ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ. അച്യുതാനന്ദൻ ഭരിച്ചപ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? ഇപ്പോൾ പിണറായി ഭരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നോ? ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുക. വാർഡ് പ്രസിഡന്റ് K. നസീർ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ VR. ജ്യോതി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ബാബു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അറിയിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് J. ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് കാരര S. നാസറുദ്ദീൻ, വാർഡ് മെമ്പർ കുന്നിക്കോട് ഷാജഹാൻ, അനീഷ് ഖാൻ, JK. നന്ദകുമാർ, വിദ്യാധരൻ, പത്മഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പുനലൂർ പേപ്പർ മിൽ റോഡിൽ റെയിൽവേ ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ നീക്കം. സ്ഥലമേറ്റെടുത്തു നൽകാൻ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തുന്നതാണ് അടിപ്പാതയുടെ നിർമ്മാണം മുടങ്ങാൻ കാരണമായത്. പുനലൂർ ഇടമൺ റീച്ചിൽ ഗേജുമാറ്റ നിർമ്മാണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ എഞ്ചിനടക്കം പാതയിലൂടെ ഓടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഗേറ്റ് ഇല്ലാതിരിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് കണ്ടാണ് ഗേറ്റ് പുനഃസ്ഥാപിക്കുന്നത്. പുനലൂർ മുതൽ ഗേജുമാറ്റ നിർമ്മാണ ജോലികൾ തുടങ്ങിയ സമയത്താണ് റെയിൽവേ ഗേറ്റ് നീക്കം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ഗേറ്റിന് പടിഞ്ഞാറ് മാറി അടിപ്പാതയുണ്ടാക്കാനായി റെയിൽവേ അടിപ്പാലവും നിർമ്മിച്ചു. എന്നാൽ ദേശീയപാതയിൽ ചൌക്കയിൽ നിന്നും പേപ്പർ മിൽ റോഡിൽ നിന്നും പാലത്തിന്റെ ഇരുവശത്ത് വന്നു ചേരാനുള്ള റോഡിന്റെ പണികൾ തടസ്സപ്പെടുകയായിരുന്നു. ഈ റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു നൽകാൻ സർക്കാർ കാലതാമസം വരുത്തിയതാണ് അടിപ്പാതയുടെ ജോലികൾ മുടങ്ങാൻ കാരണമായത്. അടിപ്പാത നിർമ്മിക്കാൻ കൂടുതൽ സമയമെടുക്കാനാണ് സാധ്യത. ഇത് ഇടമൺ റീച്ചിലേക്കുള്ള ഗേജുമാറ്റ ജോലികൾക്ക് ബുദ്ധിമുട്ടാകും. പുനലൂർ ഇടമൺ റീച്ചിൽ ഗേജുമാറ്റ നിർമ്മാണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ എഞ്ചിനടക്കം പാതയിലൂടെ ഓടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഗേറ്റ് ഇല്ലാതിരിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് കണ്ടാണ് ഗേറ്റ് പുനഃസ്ഥാപിക്കുന്നത്. പുനലൂർ മുതൽ ഗേജ് നിർമ്മാണ ജോലികൾ തുടങ്ങിയ സമയത്താണ് റെയിൽവേ ഗേറ്റ് നീക്കം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ഗേറ്റിന് പടിഞ്ഞാറ് മാറി അടിപ്പാത
അടിപ്പാത ഉണ്ടാക്കാനായി റെയിൽവേ അടിപ്പാലവും നിർമ്മിച്ചു. എന്നാൽ ദേശീയപാതയിൽ ചൌക്കയിൽ നിന്നും പേപ്പർ മിൽ റോഡിൽ നിന്നും പാലത്തിന്റെ ഇരുവശത്ത് വന്നു ചേരാനുള്ള റോഡിന്റെ പണികൾ തടസ്സപ്പെടുകയായിരുന്നു. ഈ റോഡിന് ആവശ്യമായ സ്ഥലമേറ്റെടുത്തു നൽകാൻ സർക്കാർ കാലതാമസം വരുത്തിയതാണ് അടിപ്പാതയുടെ ജോലികൾ മുടങ്ങുവാൻ കാരണമായത്. അടിപ്പാത നിർമ്മിക്കാൻ കൂടുതൽ സമയമെടുക്കാനാണ് സാധ്യത. ഇത് ഇടമൺ റീച്ചിലേക്കുള്ള ഗേജുമാറ്റ ജോലികൾക്ക് ബുദ്ധിമുട്ടാകും. അതിനാലാണ് ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ റെയിൽവേ നീക്കം ആരംഭിച്ചത്. ഗേറ്റ് പുനഃസ്ഥാപിക്കുന്നതോടെ ചൌക്ക റോഡ് വീണ്ടും ഗതാഗതക്കുരുക്കിലാകും. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ ആരംഭിച്ച സംവിധാനം പുനലൂരിന് വീണ്ടും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. റേഷൻ കാർഡ് പുതുക്കുന്നതിന് പൊതുജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് DKTF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. ലിസ്റ്റ് അട്ടിമറിക്കാൻ LDF സർക്കാർ ശ്രമിക്കുന്നതായും ആക്ഷേപം. കഴിഞ്ഞ UDF സർക്കാർ ലിസ്റ്റ് കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കിയിരുന്നു. അർഹരായവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ LDF സർക്കാർ ലിസ്റ്റ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ നാണം കെട്ട രാഷ്ട്രീയമാണ് LDF സർക്കാർ കളിക്കുന്നതെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. വൃദ്ധജനങ്ങളെയും മറ്റും താലൂക്ക് കേന്ദ്രങ്ങളിൽ വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. UDF സർക്കാർ കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കിയ ലിസ്റ്റ് അംഗീകരിച്ച് പുതിയ റേഷൻ കാർഡുകൾ നൽകാനുള്ള നടപടി കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും യോഗം ആരോപിച്ചു. D പ്രിൻസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി MD ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി മണിയാർ ബാബു, രഘുനാഥ് കുരുവിക്കോണം, സുലോചന രാജൻ, കലയനാട് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് പുന്നല പട്ടാഴി സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. സമാന്തര സർവീസുകളെ സഹായിക്കാനാണ് KSRTCയുടെ നടപടിയെന്ന ആക്ഷേപം. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും കുറവുണ്ടെന്ന് പറഞ്ഞാണ് ബന്ധപ്പെട്ടവർ സർവീസ് വെട്ടിക്കുറയ്ക്കുന്നത്. KB ഗണേഷ് കുമാർ MLA ഇടപെട്ടതോടെയാണ് പുന്നലയിലേക്ക് KSRTC ചെയിൻ സർവീസ് ആരംഭിച്ചത്. സമാന്തര സർവീസുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമൂലമുണ്ടായത്. നല്ല കളക്ഷനും ചെയിൻ സർവീസ് നേടിയിരുന്നു. പത്തനാപുരം ഡിപ്പോയിൽ നിന്നും കുറഞ്ഞ ദൂരം ഓടി കൂടുതൽ കളക്ഷൻ നേടുന്ന പുന്നല സർവീസ്
സ്റ്റാഫുകളില്ലെന്ന കാരണം പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. സമാന്തര സർവീസുകളെ സഹായിക്കുന്ന നിലപാടാണ് KSRTC സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പത്തനാപുരം പട്ടാഴി സ്റ്റേ സർവീസും നിർത്തലാക്കാൻ നീക്കം നടന്നു വരുന്നുണ്ട്. രാത്രി 9:10 പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് പട്ടാഴിക്കുള്ള സ്റ്റേ സർവീസ് ഡ്രൈവർ ഇല്ലെന്ന കാരണം പറഞ്ഞ് പലപ്പോഴും മുടക്കുകയാണ്. KB ഗണേഷ് കുമാർ MLA ഇടപെട്ടതോടെയാണ് നിർത്തിവച്ചിരുന്ന സർവീസ് പുനഃസ്ഥാപിച്ചത്. ജീവനക്കാർക്ക് സ്റ്റേ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പട്ടാഴി പഞ്ചായത്ത് ഇടപെട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സർവീസ് ആഴ്ചയിൽ 4 ദിവസങ്ങളിലും മുടങ്ങുകയാണ്. ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയും സർവീസ് മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. സർവീസ് മുടക്കിയാൽ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കർഷക സംഘം കൊല്ലം ജില്ലാ സമ്മേളനം നവംബർ 4, 5 തീയതികളിൽ പത്തനാപുരത്ത് നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന ട്രഷറർ കോലിയക്കോട് കൃഷ്ണൻ നായർ നിർവഹിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കല്ലുംകടവിലെ സാംസ്കാരിക നിലയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഫലവൃക്ഷ തൈകളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. 25,000-ൽ പരം ഫലവൃക്ഷങ്ങളാണ് വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി ഒരുക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന പ്രദർശനമേളയുടെ ഉദ്ഘാടനം കൊല്ലം MLAയും ചലച്ചിത്ര നടനുമായ M. മുകേഷ് നിർവഹിക്കും. ജില്ലാ സമ്മേളനത്തിനും ഫലവൃക്ഷ തൈകളുടെ പ്രദർശനത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം സെക്രട്ടറി ബിജു കെ മാത്യു പറഞ്ഞു. 34ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള കൊല്ലം ജില്ലാ സമ്മേളനം നവംബർ മാസം 4, 5 തീയതികളിൽ പത്തനാപുരത്ത് വെച്ചാണ് നടക്കുന്നത്. കർഷക സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ സഖാവ് കോലിയക്കോട് കൃഷ്ണൻ നായരാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി 28-ാം തീയതി ഒക്ടോബർ മാസം 28-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഫലവൃക്ഷ തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ഉദ്ഘാടനവും അതുപോലെ തന്നെ പച്ചക്കറി കിറ്റ് വിതരണ ഉദ്ഘാടനവും പൊതുസമ്മേളനവും പത്തനാപുരം ടൗണിൽ നടക്കും. സുപ്രസിദ്ധ സിനിമാ താരവും കൊല്ലം MLAയുമായിട്ടുള്ള ശ്രീ മുകേഷാണ് 28-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 25,000 വീടുകളിൽ ഫലവൃക്ഷ തൈകൾ നടുന്നതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് കർഷക സംഘം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിനാവശ്യമായ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനവും കർഷക സംഘം ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സഹപാഠിക്കായി സ്നേഹത്തണലിൽ കൂടൊരുക്കുകയാണ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ. കാലവർഷത്തിൽ തകർന്ന വീടിനു പകരം പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരുമിച്ചു കളിച്ചും ചിരിച്ചും നടക്കുന്ന കൂട്ടുകാരിയുടെ കണ്ണു നനഞ്ഞപ്പോൾ സഹപാഠികൾക്കതൊരു വേദനയായി. 4 വരി പച്ചക്കട്ടയ്ക്കുമേൽ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനു കീഴിൽ മഴയിൽ ചോർന്നൊലിച്ചു നിൽക്കുന്ന പെൺകുട്ടിയോട് കാലവർഷവും കരുണ കാണിച്ചില്ല. ഉണ്ടായിരുന്ന കൂര കൂടി തകർന്നു വീണപ്പോൾ പകച്ചുനിന്ന കൂട്ടുകാരിക്കായി സ്കൂളിലെ NSS യൂണിറ്റിലെ വോളണ്ടിയർമാർ കൈകോർക്കുകയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പലിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA-യുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ കിളിക്കൂട് നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾക്ക് വേഗത കൂടി. ബന്ധുക്കളും സുഹൃത്തുക്കളും രക്ഷിതാക്കളും നൽകിയ ചെറു തുകകൾ ചേർത്തുവച്ചപ്പോൾ സ്നേഹിതയുടെ കിളിക്കൂട് നിർമ്മാണത്തിനുള്ള ആദ്യപടിയായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ, G. രാജഗോപാൽ, PTA പ്രസിഡന്റ് P. വിജയൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് B. രമാദേവി, പത്മകുമാർ, അധ്യാപകർ, അനധ്യാപകർ എന്നിവരും സഹായത്തിനായി കൂടെയുണ്ട്. സഹപാഠിയുടെ ദുഃഖം തങ്ങളുടേതാക്കിയ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വോളണ്ടിയർമാരുടെ മാതൃകാ പ്രവർത്തനം സമൂഹത്തിൽ പലർക്കും താങ്ങായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സഹപാഠിയുടെ പിതാവിന്റെ കരൾ ശസ്ത്രക്രിയയ്ക്കായി NSSന്റെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപ സമാഹരിച്ചു നൽകിയിരുന്നു. കൂടാതെ അനാഥാലയങ്ങൾക്കായി മിസ്സേമീൽ, ആതുര സേവന പ്രവർത്തനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയും യൂണിറ്റ് മാതൃകാപരമായി നടത്തിവരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. പത്തനാപുരത്ത് അനധികൃത അറവുശാലക്കാരുടെ പ്രതികാര നടപടി. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിനു മുന്നിൽ അറവു മാലിന്യം നിക്ഷേപിച്ചു. പുനലൂർ പേപ്പർ മിൽ റോഡിൽ റെയിൽവേ ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ നീക്കം. സർക്കാർ സ്ഥലമെടുത്തു നൽകാത്തതിനാൽ അടിപ്പാതയുടെ നിർമ്മാണം മുടങ്ങുന്നു. കർഷക സംഘം ജില്ലാ സമ്മേളനം നവംബർ 4, 5 തീയതികളിൽ പത്തനാപുരത്ത് നടക്കും. സംസ്ഥാന ട്രഷറർ കോലിയക്കോട് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേര് പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.